ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനാമികയ്ക്ക് ഒരു കിടിലം പണി കൊടുക്കുകയാണ് നമ്മുടെ ജാനകി തന്നെ. കാരണം ജാനകി എല്ലാ സത്യങ്ങളും അറിയാണ്. അനാമിക അനിയെ വഞ്ചിക്കുകയായിരുന്നെന്നും അനാമികയുടെ ലക്ഷ്യം സ്വത്ത് മാത്രമാണെന്നൊക്കെ ഉള്ള കാര്യം നമ്മുടെ ജാനകി അറിഞ്ഞു കഴിയുമ്പം ജാനകി പുറത്തൊന്നും പറയുന്നില്ല കേട്ടോ. അതേസമയം നമ്മുടെ നന്ദു ആണെങ്കിൽ SI ആയിട്ട് പോസ്റ്റിംഗ് കിട്ടി വരികയാണ്. ആ ഒരു സന്തോഷത്തിൽ അനാമികയ്ക്ക് ഒരു നല്ല പണി തന്നെ കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ജാനകി. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നന്ദുവിന് പുതിയ ട്രെയിനറൊക്കെ വരികയാണ്. നന്ദു ട്രെയിനിങ് നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നന്ദുവിന് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ മുമ്പിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അനാമികയാണെങ്കിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ നന്ദുവിൻ്റെ കാര്യത്തെ പറ്റിയിട്ട്. ആ നന്ദുവിനെ എങ്ങനെയെങ്കിലും അതിൽ നിന്നൊന്ന് ഒഴിവാക്കാൻ പറ്റുമെന്ന് നമ്മളൊന്നും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. ആ ട്രെയിനറാണെങ്കിൽ അയാളും എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞതല്ലാതെ ഒരു കാര്യങ്ങളും നടന്നില്ല. ഇനിയിപ്പോൾ അവൾ SI ആയിട്ട് വരികയും ചെയ്യും എന്ന് പറയുകയാണ് അനാമിക. അപ്പോൾ വേണു പറയുന്നുണ്ട്, അത് ശരിയാ മോളെ, അവളെ ഇപ്പോൾ ഒരു നല്ല ട്രെയിനറാണ് വന്നിരിക്കുന്നത്. അവൾക്ക് എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അയാൾ. നമ്മുടെ ട്രെയിനർ മധു അയാളോട് വിളിച്ച് നന്ദുവിനെക്കുറിച്ച് മോശമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ അതൊന്നും അയാൾ അവിടെ പ്രയോഗിക്കുന്നില്ല. നന്ദുവിന് കട്ടയ്ക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും അവൾ സക്സസ് ആയിട്ട് ഈ ട്രെയിനിങ് പൂർത്തിയാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇനി പോസ്റ്റിങ് അതെവിടെയാണോ കിട്ടുന്നത്, നമ്മുടെ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും കിട്ടിയാൽ അവൾ നമ്മളെ കുരുക്കും മോളെ എന്ന് പറയാണ്. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, അതെ, അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും മോളെ. നമ്മളല്ലേ അന്ന് പാലിൽ വിഷം ചേർത്ത് കൊടുത്തത്. ആ വിവരങ്ങളൊക്കെ അവൾക്കും അറിയാം, അവളുടെ ചേച്ചിമാർക്കും അറിയാം. അങ്ങനെയുള്ളപ്പം അതൊക്കെ ഇനി കുത്തിപ്പൊക്കി കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അവൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുമൊന്നുമില്ലെന്നേ. അവൾക്ക് നമ്മളെയും ചാലം പേടിയൊക്കെയുണ്ട്. പോരാത്തതിന് അനിയുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകണമെന്നുള്ളതാണ് അവളുടെ ലക്ഷ്യം എന്ന് പറയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, മോളെ, എൻ്റെ കുറേ പഴയ കേസുകൾ ഇവിടെ ഫയലൊക്കെ കിടപ്പുണ്ട്. അന്വേഷണമൊക്കെ മന്ദഗതിയിലായതും പലരെയും സ്വാധീനിച്ച് അന്വേഷണം നിർത്തിവെപ്പിച്ചതും ഒക്കെ. അവൾ വന്ന് ആ ഫയലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അവൾ അറിയും. അത് പിന്നെ അനന്തപുരിയിൽ അറിഞ്ഞാൽ നിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അക്കാര്യത്തിൽ സംശയമില്ല അനാമികയെന്ന് പറയുക. അപ്പം അനാമിക പറയുന്നുണ്ട്, അച്ഛൻ തന്നെയല്ലേ അവൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തത്. അവളെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ പറഞ്ഞ് ഞാൻ എൻ്റെ സ്വർണ്ണമെല്ലാം വിറ്റ് പണം തന്നിട്ട് അത് കൊണ്ട് കളഞ്ഞില്ലേ. അവൾക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടും അവൾ അവിടെ നിന്ന് പോന്നു. അതുപോലെ തന്നെ അവളെ കൊടുക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും അതൊന്നും ശരിയായില്ല. അവസാനം അവൾ SI ആകരുതെന്ന് വിചാരിച്ച് ചെയ്തതും വെള്ളത്തിലായി. അവളുമാരുടെയൊക്കെ സമയം നല്ലതാ കേട്ടോ. 3 പെണ്ണുങ്ങളാണ് ആ വീട്ടിലെങ്കിലും അവളുമാർക്കൊക്കെ രാശിയുള്ളതാ. ഇപ്പം അനന്തപുരി എന്ന് പറയുന്ന കൊട്ടാരത്തിലല്ലേ അവളുമാർ. നന്ദു കയറിയിട്ടില്ലെന്നേ ഉള്ളൂ. കയറിയില്ലെങ്കിലും അനന്തപുരിയിലുള്ളവരുടെ എല്ലാ സപ്പോർട്ട് നന്ദുവിനും കിട്ടുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിക്കുകയാണ്. അങ്ങനെ നന്ദു ഇനി SI ആയിട്ട് വന്നാൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താവും എന്നൊക്കെ ആലോചിച്ച് തല പുകഞ്ഞിരിക്കുകയാണ് അനാമിക. അതുപോലെ തന്നെ അനാമികയും അനിയും തമ്മിലുള്ള പ്രശ്നങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അനിക്കാണെങ്കിൽ അനാമികയോട് യാതൊരു താല്പര്യവുമില്ല. നന്ദു 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 എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. അനാമികയും ഒട്ടും പുറകിലല്ല കേട്ടോ. അനാമികയാണെങ്കിലും എപ്പോഴും മറ്റു പുരുഷന്മാരുടെ കൂടെ കറങ്ങി നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം അനാമികയുടെ കാമുകൻ്റെ കൂടെ ഒരു പാർക്കിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജാനകിയുടെ ഒരു ഫ്രണ്ട് അതുവഴി പോകുന്നുണ്ട്. അപ്പോൾ അനാമിക കാമുകനോട് പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ ഭാവി കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടേ. അനിയുടെ കൂടെ ഒത്തുപോകാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അധികം താമസിക്കാതെ അവന് ഞാൻ ഡിവോഴ്സ് കൊടുക്കും. പക്ഷേ അവനും നന്ദുവും കൂടെ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാകരുത്. അതാണ് എൻ്റെ ലക്ഷ്യം. അതിന് ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറയാം. അപ്പോൾ കാമുകൻ പറയുന്നുണ്ട്, എടി നീ എത്രയും പെട്ടെന്ന് ആ അനിക്ക് ഡിവോഴ്സ് കൊടുക്ക്. എന്നിട്ട് നമുക്ക് ഒരുമിച്ചൊരു ജീവിതം മുന്നോട്ട് പോകാം. പല കാര്യങ്ങളും നമുക്ക് ചെയ്ത് തീർക്കാനില്ലേ മോളെ എന്ന് ചോദിക്കുക. അപ്പോൾ അനാമിക അയാളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എടാ നിനക്കും കുറേ ബിസിനസ്സൊക്കെ ഇല്ലേ, നിൻ്റെ ബിസിനസ്സൊക്കെ ഒന്ന് പച്ച പിടിച്ച് വരണ്ടേ. നമുക്ക് 2 പേർ കൂടെ ചേർന്ന് നമ്മുടെ ബിസിനസ്സുകളൊക്കെ ഉയരത്തിലെത്തിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ അയാൾ പറയാണ്, ശരിയാണ്, മൂർത്തീസ് ജ്വല്ലറിയേക്കാളും ഒക്കെ ഉയരങ്ങളിലെത്തണം നമ്മളുടെ ബിസിനസ്, നമ്മളുടെ ജ്വല്ലറി എന്നൊക്കെ പറയുക.
അപ്പോൾ അനാമിക പറയുന്നുണ്ട്, നീ എന്നെ ആക്കി ഇരുത്തണം, അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകാം. ഇപ്പോഴത്തെ അനിക്കവിടെ 3 ജ്വല്ലറികളുടെ ചുമതലയൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. അവരവിടെയൊക്കെ പോയി കളിച്ചിരികളും ഒക്കെ കഴിഞ്ഞെങ്കിൽ തിരിച്ചു വരും. ഞാനാണെങ്കിൽ ആ പരിസരത്തോട്ടേ പോയിട്ടില്ല. എന്നെ അവനൊരു ജ്വല്ലറിയുടെ സ്ഥാനം ഏൽപ്പിക്കുകയായിരുന്നെങ്കിൽ ഞാനതൊക്കെ വളരെ നല്ലതായിട്ട് തന്നെ കൊണ്ടുപോയേനെ എന്ന് പറയാണ്. അപ്പം അനാമികയുടെ കാമുകൻ പറയുന്നുണ്ട് കേട്ടോ, അത് ഞാൻ നിന്നെ കസേരയിൽ കൊണ്ടേ ഇരുത്തും. നീയാണ് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നമ്മുടെ വിവാഹശേഷം നമ്മുടെ ജ്വല്ലറിയെ പുരോഗമിപ്പിച്ച് കൊണ്ടുവരേണ്ടത് നീയാണെന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതെ അങ്ങനെ വേണം. നല്ല നല്ല ഡിസൈൻസും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ ജ്വല്ലറികളും ഉന്നതിയിലെത്തും എന്നുള്ളതിന് സംശയമില്ല. ഇപ്പം മൂർത്തീസ് ജ്വല്ലറി തന്നെ ആ നയനയുടെ ഡിസൈനുകളാണ് ഏറ്റവും നന്നായിട്ട് പോകുന്നത്. ജ്വല്ലറിയിലെ ഈ വർഷത്തെ ടേൺ ഓവർ ഇത്രയധികം കൂടാൻ കാരണവും നയനയുടെ കളക്ഷൻസാണ്. നയനയുടെ ഡിസൈൻസിനെല്ലാം ഭയങ്കര ഡിമാൻഡാണ്. നയനാസ് കളക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം തന്നെ അവിടെയുണ്ട്. അതുപോലെ നമുക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയാം. അപ്പോൾ അനാമികയുടെ കാമുകൻ പറയുന്നുണ്ട് കേട്ടോ, അത് നയന നമ്മുടെ ജ്വല്ലറിയിലേക്ക് വന്നാൽ നമുക്കത് രസറ്റായിരിക്കില്ലേ? നമുക്കും നല്ല നല്ല ഡിസൈൻസ് വെച്ചിട്ട് അതിനേക്കാൾ ഉയരങ്ങളിലൊക്കെ എത്താൻ പറ്റില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, നല്ല കഥയായി. നയന നമ്മുടെ ജ്വല്ലറിയിലേക്ക് വരാനോ? അവളാണ് മൂർത്തീസ് ജ്വല്ലറിയുടെ നട്ടെല്ല്, ആദർശിൻ്റെ ഭാര്യ. ആദർശാണ് ദൈവം എന്ന് പറഞ്ഞു നടക്കുന്ന അവള് ആ ജ്വല്ലറിയിൽ നിന്ന് നമ്മുടെ ജ്വല്ലറിയിലേക്ക് വരാനോ? അപ്പം കാമുകൻ പറയാണ്, എടി അതിനേക്കാൾ ഉള്ള വഴികൾ നമുക്ക് നോക്കണം. നയനയും ആദർശം തമ്മിൽ തെറ്റിപ്പിരിഞ്ഞാൽ നയന തീർച്ചയായിട്ടും നമ്മുടെ ജ്വല്ലറിയിലേക്ക് വരും. അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്തു വെക്കണം എന്ന് പറയുമ്പം അനാമിക പറയാണ്, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദർശം നയനയും കൂടെ തെറ്റിദ്ധാരണയുണ്ടായി തെറ്റിപ്പിരിയാന്ന് പറഞ്ഞാൽ അതൊക്കെ സാധിക്കുന്ന കാര്യമല്ല. പിന്നെ നമ്മളെ കൊണ്ട് ശ്രമിക്കാം. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞതുപോലെയാവും. നയനയെ നമ്മുടെ ജ്വല്ലറിയിലേക്ക് നമുക്ക് കൊണ്ടുവരികയും ചെയ്യാം, അതുപോലെ എനിക്കൊരു മനസ്സുഖം കിട്ടുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അതേസമയം ജാനകിയുടെ ഒരു ഫ്രണ്ട് പാർക്കിലൂടെ പോകുമ്പം അനാമികയും തോളത്ത് കൈയിട്ട് കാമുകനും കൂടി ഇരിക്കുന്നത് കാണുകയാണ്. ജാനകിയുടെ ആ ഫ്രണ്ട് ജാനകിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, അതെ ജാനകി, നിന്റെ മരുമകളല്ലേ അനാമിക, അവളും മറ്റൊരാളുമായിട്ട് പാർക്കിലിരിക്കുന്ന കണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ജാനകി പറയും, ഓ അത് അനിമോനായിരിക്കും, അല്ലാതെ പിന്നെ ആരാണ്? അനിയും അനാമികയും കൂടി ആയിരിക്കും എന്ന് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അല്ല നിന്റെ മോനെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ, എത്ര പ്രാവശ്യം, ചെറുപ്പത്തിൽ തൊട്ട് കണ്ടിട്ടുള്ളതല്ലേ, അവനല്ല, ഇതൊരു വേറെ പയ്യനാ. അവളുമായിട്ട് തോളി കൈയിട്ടിരുന്ന് സംസാരിക്കുന്നൊക്കെയുണ്ട്. അവരുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് പോലെ എനിക്ക് തോന്നി, അതാ ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ ജാനകിക്ക് ഒന്നും ഇത് ആരാണെന്ന് തോന്നിട്ട് ജാനകിക്ക് പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ജാനകി പറയാണ്, ഓ അത് അനാമികയുടെ ഒരു കസിനാണ്. മോള് പറഞ്ഞിരുന്നു രാവിലെ കസിൻ വന്നിട്ടുണ്ടെന്ന്. വിദേശത്തായിരുന്നു, അടുത്തിങ്ങാട് എത്തിയതാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് എന്ന് ജാനകി പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പം കൂട്ടുകാരി ഫോണൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ജാനകിയുടെ ഉള്ളിൽ അപ്പോൾ ഒരു ആദി വരികയാണ് കേട്ടോ. അനാമികയെ കുറിച്ചിട്ട് എല്ലാവരും പറയുന്നത് സത്യമായിരിക്കുമോ? ഇവളെന്നും പുറത്തേക്ക് പോകുന്നത് എന്തിനായിരിക്കും? അനി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അനാമികയ്ക്ക് അവനെ വേണ്ട, മറ്റു പലരുടെയും പുറകെയാണ് അവനെന്ന്. അങ്ങനെയുള്ള കാര്യങ്ങളാകുമ്പം അവളിപ്പോൾ പാർക്കിൽ പോയി ആരുടെ കൂടെയായിരിക്കും ഇരിക്കുന്നത്? അവളുടെ ഫ്രണ്ടായിരിക്കുമോ അതോ കസിനായിരിക്കുമോ? പിന്നെ ആരായിരിക്കും ആ ചെറുപ്പക്കാരൻ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ജാനകിയുടെ മനസ്സിൽ ഒരു ചെറിയ മുറിവൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ജാനകി അനാമിക ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്. അനാമിക പുറത്ത് പോയിട്ട് വരുമ്പം ജാനകി ചോദിക്കുന്നുണ്ട്, മോളെ നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പം അനാമിക പറയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ പോയതാ, എന്താ എനിക്കെൻ്റെ വീട്ടിൽ പോയിക്കൂടെ എന്ന് ചോദിക്കുക. അപ്പം ജാനകി പറയുന്നുണ്ട്, അതുകൊണ്ടല്ല മോളെ, നിന്നെക്കുറിച്ച് പലതും അനിയും ആ നയനയൊക്കെ ഇവിടെ പറയുന്നുണ്ട്, മോള് മറ്റാരുടെയൊക്കെ പുറകെയോ ബൈക്കിലോ ഒക്കെ പോകുന്ന കണ്ടുവെന്ന്. അതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചെന്നേ ഉള്ളെന്ന് പറയാം. ഞാൻ ചിലപ്പോൾ പോയെന്നിരിക്കും, ചിലപ്പോൾ പോയില്ലെന്നിരിക്കും, ഞാൻ ആർക്കും കരാറൊന്നും എഴുതി തന്നിട്ടില്ലല്ലോ എന്ന് വെട്ടി തുറന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ അനാമിക. പക്ഷെ ജാനകി അതൊന്നും പ്രശ്നമാക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജാനകിക്ക് പിന്നെയും മനസ്സിൽ തോന്നുന്നുണ്ട്, ഇവളുടെ പോക്ക് അത്ര ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇരിക്കുമ്പം സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഫോണൊക്കെ നോക്കിക്കൊണ്ട് അനാമിക. ഫോണിൽ നോക്കി ആരെയോ വീഡിയോ കോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ജാനകി അനാമികയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അടുത്ത് തന്നെ വന്നിരിക്കുമ്പം അനാമിക കുറച്ചങ്ങ് നീങ്ങിയിരിക്കുകയാണ്. അപ്പം ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ മോള് ഫോണിൽ നോക്കുന്നത്, ഒന്ന് കാണിച്ചേ, എന്തെങ്കിലും പുതിയ റീലോ എന്തെങ്കിലും വൈറൽ വീഡിയോസോ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുക.
അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇവിടെ അനാമിക പറയാണ്, ഏയ് അതൊന്നുമല്ല, ഇതെൻ്റെ പേഴ്സണലായിട്ടൊക്കെ കുറേ കാര്യങ്ങളാണ്. ഞാനൊരു മെയിൽ ചെക്ക് ചെയ്യായിരുന്നു, വേറൊന്നും ഞാൻ ഫോണിൽ അങ്ങനെ കാണാറൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ അനാമിക അങ്ങോട്ട് ജലജ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോൺ അവിടെ ഇട്ടിട്ടാണ് കേട്ടോ അനാമിക എണീറ്റ് പോകുന്നത്. ആ സമയത്ത് തന്നെ ജാനകി എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് അറിയാനായിട്ട് അനാമികയുടെ ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്ത് നോക്കുമ്പം അനാമികയുടെ DP തന്നെ കാണുന്നത് അനാമികയും മറ്റൊരു പുരുഷനുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയാണ്. അപ്പം ജാനകി അതെടുത്തിട്ട് നോക്കുകയാണ് കേട്ടോ. ഇതാരായിരിക്കും ഇത് ഇവളുടെ ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ ചില വാട്സപ്പ് ചാറ്റുകളൊക്കെ കാണുവാണ്. ജാനകി അത് പ്രത്യേകം എടുത്ത് വായിച്ചൊക്കെ നോക്കുമ്പോൾ പലതവണ അയാളുമായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്തിരിക്കുന്നതും വീഡിയോ കോൾ ചെയ്തിരിക്കുന്നതും ഒക്കെ ജാനകി കാണുകയാണ്. അപ്പോൾ തന്നെ ജാനകിക്ക് ആ സംസാരത്തിലൊന്നും ഒരു പന്തിയല്ലല്ലോ എന്ന് മനസ്സിലാകുക. അപ്പോൾ ജാനകിയുടെ മനസ്സിൽ ഇത് ഉറച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ഇവളുടെ കാമുകൻ തന്നെയാണ്. ഇവള് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ അനിയെ ചതിക്കുന്നതാണ്. അനി പറയുന്നതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പാവം അനി, ഇവളെ സഹിക്കാൻ വയ്യാഞ്ഞിട്ടായിരിക്കും വീണ്ടും ആ നന്ദുവിൻ്റെ പുറകെ പോകുന്നത്. എന്തായാലും അനി പാവമുണ്ട്. ഇവള് ചെയ്യുന്നത് ശരിയായ കാര്യമൊന്നുമല്ല. അവനിപ്പോൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇവൾ ഇങ്ങനെയൊക്കെ തുടങ്ങാവോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോഴാണ് അനാമിക തിരിച്ചു വരുന്നത്. പെട്ടെന്ന് ജാനകി അവിടെ ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, എന്താ നോക്കിയെന്ന് ചോദിക്കും. ഏയ് ഒന്നുമില്ല, വെറുതെ മോളുടെ ഫോണൊന്നും എടുത്ത് നോക്കിയെന്നേ ഉള്ളൂ, ഞാൻ വേറൊന്നും നോക്കിയില്ല കേട്ടോ എന്ന് പറയാം. ഏയ് അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് അനാമിക അകത്തേക്ക് പോവാണ്. പക്ഷേ ജാനകിയുടെ മനസ്സിൽ ഇതിങ്ങനെ നീറുന്നുണ്ട്. അത് ആരോടും പറയാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ജാനകി നിൽക്കുന്നത്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും ജയനും അജയനും ഒക്കെ വീട്ടിൽ വന്നു കഴിയുമ്പം അജയനുമായിട്ട് റൂമിൽ ഇരിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, അജയേട്ടാ എനിക്കൊരു കാര്യം അജയേട്ടനോട് പറയാനുണ്ട് എന്ന് പറയാം. അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് ഇത്ര പറയാനുള്ളത്? എന്തെങ്കിലും അനിയെക്കുറിച്ചിട്ടായിരിക്കും, അനിയൻ നന്ദുവിനെയും കുറിച്ചിട്ടായിരിക്കും, ഉപദേശിച്ച് നന്നാക്കണം എന്ന് പറയാനായിരിക്കും അല്ലേന്ന് ചോദിക്കുക. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഏയ് അതൊന്നും അല്ല അജയേട്ടാ, അനാമികയുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട്, അതെന്താ അവളുടെ കാര്യം ഇത്ര പെട്ടെന്ന് പറയാൻ? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവൾക്ക് എപ്പോഴും ഇങ്ങനൊരു സ്വഭാവം തന്നെയല്ലേ എന്ന് ചോദിക്കുക. അതെ, പക്ഷേ അനാമികയുടെ പോക്ക് അത്ര ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അജയേട്ടാ എന്ന് പറയുമ്പം അജയൻ പറയാൻ, അത് നിനക്ക് ഇപ്പോഴാണോ തോന്നിയത്? അനി പല പ്രാവശ്യം ഇതിവിടെ പറഞ്ഞിട്ടില്ലേ? അനാമികയെ പുറത്ത് പല സ്ഥലത്ത് വെച്ച് പലരെയും കൂടെ കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല. അവൻ അവളോടുള്ള ദേഷ്യത്തിന് പറഞ്ഞതാണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറയാണ്. അപ്പം ജാനകി പറയാണ്, അതിൽ ചില സത്യങ്ങളുണ്ടെന്ന് എനിക്കും ഇപ്പോൾ തോന്നുന്നുണ്ട് അജയേട്ടാ. കാരണം എൻ്റെ ഒരു കൂട്ടുകാരിയില്ലേ, അവൾ വിളിച്ച് അനാമികയും മറ്റൊരു പുരുഷനുമായിട്ട് പാർക്കിലിരിക്കുന്നു എന്നുള്ള കാര്യം എന്നെ അറിയിച്ചിരുന്നു. പോരാത്തതിന് അവളുടെ ഫോൺ നോക്കിയപ്പോൾ അതിൽ അവളുടെ വാട്സപ്പ് ചാറ്റുകളിലും അവളുടെ DPയിലും ഒക്കെ മറ്റൊരു പുരുഷനെയാണ് ഞാൻ കണ്ടത്. അതത്ര പന്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ജാനകി പറയുക. അപ്പം അജയൻ പറയുന്നുണ്ട്, നീ എന്തിനാ അവളുടെ ഫോൺ പരിശോധിക്കാൻ പോയത്? അതൊക്കെ മോശമല്ലേ ജാനകി എന്ന് ചോദിക്കുക. ഞാൻ മനഃപൂർവ്വം തന്നെ എടുത്ത് നോക്കിയതാ അജയേട്ടാ, ഇങ്ങനെ ഒരു വിവരത്തെക്കുറിച്ച് സത്യം അറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ മോൻ ചതിക്കപ്പെടുവാണോ എന്നുള്ള കാര്യം അറിയണ്ടേ? പലരും അത് പറഞ്ഞെങ്കിലും ഞാൻ അവളെ സപ്പോർട്ട് ചെയ്താ നിന്നത്. ആ നന്ദുവിനെ ഇവിടെ കയറ്റി കൂട്ടാനായിട്ട് നയനയും നവ്യയും കളിക്കുന്ന കളിയാണിതെന്നാ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എൻ്റെ മനസ്സിന് നല്ല പ്രയാസമുണ്ട് ഇങ്ങനെ ഒരു കാര്യം ഈ കുടുംബത്തിൽ ചെയ്യുന്നത്. ഇത് അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞു കഴിയുമ്പം എന്തൊരു മോശമാണ്. ഈ വീട്ടിലെ പെൺകുട്ടികൾ ആരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതുവരെ ഒരു വിവാഹമോചനം പോലും ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ വഴിപിടിച്ചൊരു പോക്കാണല്ലോ അജയേട്ടാ എന്നൊക്കെ ഇങ്ങനെ ജാനകി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ജാനകിയുടെ മനസ്സിലേക്ക് ഒരു വിങ്ങൽ പോലെ കയറിയിരിക്കുകയാണ്. പക്ഷേ ജാനകി അതൊന്നും ആരോടും പുറത്ത് പറയുന്നൊന്നുമില്ല. അനാമികയോടുള്ള അടുപ്പത്തിനൊക്കെ ഒരിത്തിരി കുറവൊക്കെ വന്നിട്ടുണ്ട് ജാനകിക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ നന്ദു SI സെലക്ഷൻ ട്രെയിനിങ് കഴിയുന്നത്. നന്ദുവിൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിയാണ്. എന്നിട്ട് പോസ്റ്റിങ്ങും ആ നാട്ടിൽ തന്നെ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതറിയുമ്പം തന്നെ നന്ദു ഫോൺ വിളിക്കുന്നുണ്ട് കനകയെ. എന്നിട്ട് പറയാണ്, അമ്മേ അടുത്ത ആഴ്ച തന്നെ എൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിയും. ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തും. പോസ്റ്റിങ്ങും ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ എനിക്ക് പോസ്റ്റിങ് കിട്ടിയെന്ന് പറയുക. അപ്പോൾ കനകയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് കനക പറയാൻ, ആണോ മോളെ, എന്തായാലും നന്നായി, നല്ലൊരു അഭിമാനമുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ നീ SI ആയിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കളിയാക്കിയവരും പരിഹസിച്ചവരും ഒക്കെ ഒന്ന് ഞെട്ടും. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് മോളെ. നീ നേരത്തെ മുതൽ SI ആവണം എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുമ്പം ഞാൻ അതിനെയൊക്കെ എതിർത്തിട്ടുണ്ട്. പക്ഷേ നീ ഇപ്പം ആ ഒരു നിലയിൽ എത്തിപ്പെട്ടത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് അഭിമാനം ഉണ്ടെന്നൊക്കെ പറയണം. എന്നിട്ട് നന്ദുവിനോട് ഒരു വശത്തു കൂടി പറയുന്നുണ്ട്, മോളെ അനി നിന്നെ ഇപ്പോഴും വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുക.
അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇടയ്ക്കൊക്കെ അവൻ വിളിക്കാറുണ്ട്, ഞാൻ വിളിക്കരുതെന്ന് അവനോട് ഒരുപാട് താക്കീത് ചെയ്തതാ, പക്ഷേ അവൻ വിളിക്കാറുണ്ട്. ഇനി വിളിച്ച് ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ അവൻ ക്യാമ്പിലേക്ക് എങ്ങാനും കയറി വന്നാലോ എന്നോർത്ത് ഞാൻ ഇടയ്ക്കൊക്കെ ഫോൺ എടുക്കാറുമുണ്ടമ്മേ. അത് കഴിഞ്ഞൊരു ബന്ധവും ഇല്ല എന്ന് പറയാണ്. അപ്പം കനക പറയുന്നുണ്ട്, മോളെ അവിടെ പ്രശ്നങ്ങളാണ്. അനാമിക അനിയുമായിട്ട് എപ്പോഴും ബഹളമാണ്. അനിയാണെങ്കിലും അനാമികയോട് ഇറങ്ങിപ്പോയിക്കോളാനൊക്കെ പറയുന്നുണ്ട്. ഡിവോഴ്സ് കൊടുക്കണമെന്നാണ് അനി അനാമികയോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നീയുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോയാലോ എന്നോർത്ത് അവൾ അത് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. എന്തായാലും ഈ ബന്ധം നമുക്ക് വേണ്ട മോളെ. ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് കൂടി നമ്മൾ തല ഉയരിയാൽ രക്ഷപ്പെട്ടേനെ. ഇതൊരു മനപ്രയാസമായിട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കുകയാണെന്ന് പറയാം. അതിൻ്റെ കൂടെ കനക പറയുന്നുണ്ട്, മോളെ ആദർശിൻ്റെ ആന്ന് പറഞ്ഞൊരു കുഞ്ഞ് ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ടല്ലോ, അതും ഞങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അഭിയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തതെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയൊരു പ്രയാസമില്ലായിരുന്നു. പക്ഷേ ആദർശ് മോൻ അങ്ങനെ ചെയ്തപ്പം അത് സഹിക്കാൻ പറ്റുന്നില്ല. നയനയുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ടെന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നയനേച്ചിക്ക് അതൊരു പ്രയാസമേ ഇല്ല. ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ കണ്ടാണ് നയനേച്ചി ആദർശേട്ടനും വളർത്തുന്നത്. പിന്നെ നയനേച്ചി ഉറച്ചു വിശ്വസിക്കുന്നത് ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തില്ല എന്നാ. അത് തന്നെയാണ് ഞാനും ഉറച്ചു വിശ്വസിക്കുന്നതെന്ന് നന്ദു പറയുക. അപ്പോൾ കനക പറയുന്നുണ്ട്, ആദർശ് തന്നെ സമ്മതിച്ചല്ലേ മോളെ അവൻ്റെ കുഞ്ഞാന്ന്, പിന്നെ ഇനി ഇന്ന് വിശ്വസിക്കാതിരിക്കാൻ. അപ്പോൾ ഉടനെ നന്ദു പറയുക, അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ആദർശേട്ടൻ ചിലപ്പോൾ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചെന്ന് വരും. ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് ഞാനും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇത് മറ്റാരുടെയോ ചതിയാണ്. ആദർശേട്ടനെ ചതിച്ചിരിക്കുന്നതാണ്. എന്തായാലും ഞാൻ SI ആയിട്ട് അവിടെ പോസ്റ്റിംഗ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇതിലെ സത്യാവസ്ഥ കൂടി ഞാൻ മനസ്സിലാക്കുമേ. ഞാനത് കണ്ടുപിടിക്കും. കാരണം എൻ്റെ നയനേജി അവിടെ വിഷമിക്കാൻ പാടില്ല. അതുപോലെ തെറ്റ് ചെയ്യാത്ത ആദർശേട്ടനെ ക്രൂശിക്കാനും പാടില്ല. അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം. അമ്മയൊന്നും അതോർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ കനകയാണെങ്കിൽ വിളിച്ചിട്ട് നയനയോടും നവ്യയോടും എല്ലാം പറയുന്നുണ്ട് കേട്ടോ. നന്ദുമോൻ്റെ ട്രെയിനിങ്ങും കഴിഞ്ഞു, നമ്മുടെ നാട്ടിൽ തന്നെ പോസ്റ്റിങ്ങും കിട്ടി, ഇനിയിപ്പോൾ എന്താ വേണ്ടേ, ഇതിൽ പല സന്തോഷമൊന്നും വേണ്ടല്ലോ എന്ന് പറയാം. അപ്പോൾ നയനയും പറയുന്നുണ്ട്, ശരിയാമേ ഭയങ്കര സന്തോഷമായി, അവളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ആ ട്രെയിനർ മധു വന്ന് അവളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, എങ്കിലും നമ്മുടെ കുട്ടി അതെല്ലാം തരണം ചെയ്തില്ലേ. ഇപ്പം എന്തായാലും അവൾക്ക് പോസ്റ്റിംഗ് ആയല്ലോ, ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിതൊക്കെ ആദർശേട്ടനോട് പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് നയനയും ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നന്ദുവിന് ജോലി കിട്ടി എന്നുള്ള വിവരം എല്ലാവരും അറിയാണ് അനന്തപുരിയിൽ. അപ്പോൾ ജാനകിക്കും ഉള്ളിലൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. പഴയ വെറുപ്പൊന്നും ജാനകിക്കില്ല. അതുപോലെ ജലജയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് അനാമികയ്ക്കും. ജലജ പറയാണ്, അവളിനി SI ആയി, ഇനി ആ ഒരു ഗമം കൂടി കാണണം. ഇവളുമാരെല്ലാം കൂടെ ഇവിടെ ചെന്ന് നിൽക്കുമെന്നറിയില്ല. എന്തായാലും നമ്മുടെ കുടുംബം കുട്ടിച്ചോറാക്കാനായിട്ട് അവൾ ഇനിയും വരും. ഇനിയിപ്പം അവളുടെ പുറകിൽ നിന്ന് മാറില്ലായിരിക്കും എന്നൊക്കെ പറയാണ് അനാമികയോട്. അപ്പോൾ അനാമികയും പറയുന്നുണ്ട്, ശരിയാ, ഇനിയിപ്പോൾ അവൾ SI ആയിട്ട് ഇറങ്ങിയാൽ അതിൻ്റെ ഗമ കൂടി ഞാൻ കാണണം. ഇത്രയും നാളും SI ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണെന്നും പറഞ്ഞ് അവൻ തലയിലെടുത്ത് വെച്ചോണ്ടാണ് നടന്നത്. ഇനിയിപ്പോൾ SI ആയി കഴിയുമ്പം അവൻ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ. നമ്മുടെയൊക്കെ മാത്രം തലയിൽ ഇങ്ങനെ ഒരു വര, അവളുമാർക്കൊക്കെ നല്ല വരയാണല്ലോ എന്നൊക്കെ പറയുക. അങ്ങനെ അസൂയ കൂട്ടങ്ങൾ രണ്ടും കൂടി നിന്ന് കുറ്റം പറഞ്ഞുകൊണ്ടേ നിൽക്കുക. അതേസമയം ദേവയാനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ദേവയാനി നയനയോട് പറയുന്നുണ്ട്, നാന്തൂന് നമുക്കൊരു ട്രീറ്റ് തന്നെ കൊടുക്കണം, ഇവിടെ വിളിച്ച് തന്നെ കൊടുക്കണം എന്ന് പറയാണ്. അതൊന്നും മറ്റവർക്കാർക്കും ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കിലൂടെ നമ്മുടെ അനാമിക ഫോൺ വിളിക്കുകയാണ് വീട്ടിലേക്ക് വിളിച്ച് പറയുകയാണ് കേട്ടോ നമ്മുടെ വേണുവിനോട്, അച്ഛാ ആ നന്ദുവിൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു, അവൾക്ക് പോസ്റ്റിംഗ് ആയി, നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ഇനിയിപ്പം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരുമെന്നുള്ളതിന് ഒരു സംശയമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. ഫോൺ വിളിക്കുന്നതൊക്കെ നമ്മുടെ ജാനകി കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സകല കാര്യങ്ങളും വേണുവിനോട് തുറന്നു പറയാണ് കേട്ടോ അനാമിക. നമ്മൾ പാലിൽ വിഷം ചേർത്ത് കൊടുത്തെന്നും അതുപോലെ തന്നെ ഇവിടുത്തെ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്നും അച്ഛൻ ഇതിനു മുമ്പുള്ള പല കള്ളക്കേസുകളും ഫയലിൽ കിടപ്പില്ലേ, അവൾ ഇതൊക്കെ പൊക്കിയെടുക്കില്ലേ, അന്വേഷിക്കില്ലേ എന്നൊക്കെ പറയാണ്. അനിയെ ഞാൻ ഒരു വിധത്തിലാണ് ഒതുക്കി നിർത്തിയിരിക്കുന്നത്. എനിക്കിവിടുത്തെ പണം എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം, എന്നിട്ട് ഇവിടുന്ന് പോകണം. എൻ്റെ കാമുകൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവൻ്റെ കൂടെ പോയാൽ സന്തോഷമുള്ള ഒരു സുഖജീവിതം എനിക്ക് കിട്ടും. പക്ഷേ ഈ അനിയെ ഒന്നെങ്കിൽ തട്ടണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വേണു പറയുന്നുണ്ട്, മോളെ നീ അങ്ങനെയൊന്നും ചെയ്യരുത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അന്വേഷണം വരും, എന്തായാലും നീ പിടിക്കപ്പെടും. എടി നിൻ്റെ അമ്മായിയമ്മയുടെ കാല് പിടിച്ച് കുറേ പണമൊക്കെ അടിച്ചു മാറ്റാൻ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയാം, എൻ്റെ അമ്മായിയമ്മയുടെ കാല്
കാല് പിടിക്കാനോ? അവരുടെ കയ്യിൽ അതിന് വല്ലതും ഉണ്ടോ? അവരുടെ ഈ നക്കപ്പിച്ച് കാശില്ല, അവർ വെറും ദരിദ്രവാസിയാണ് എന്നൊക്കെ പറയാ. ഇതൊക്കെ നമ്മുടെ ജാനകി കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ജാനകിക്ക് അങ്ങ് സത്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ് ചെയ്യുന്നത് കേട്ടോ, നമ്മുടെ അനിയെ ചതിക്കുകയാണെന്നുള്ള കാര്യം. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ജാനകി അനാമികയോട് പറയുന്നുണ്ട്, അനാമികയെ ഞാൻ ഒരു സ്വർണ്ണക്കടയിൽ പോവുകയാണ്, നമ്മുടെ കടയിൽ പോയിട്ട് ഒരു നല്ല മാല വാങ്ങണേ, എനിക്ക് പുതിയൊരു ഡിസൈൻ തന്നെ വാങ്ങണം എന്ന് പറയാണ്. അതാ എന്തിനാ ആൻറ്റി, ആർക്ക് കൊടുക്കാനാ എന്ന് ചോദിക്കുക. അത് എനിക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാനാണെന്ന് പറയുകയാണ് ജാനകി. അപ്പോൾ അനാമിക വിചാരിക്കുകയാണ് അനാമികയ്ക്കാണെന്ന്. അങ്ങനെ അനാമിക പറയാണ് ഞാനും കൂടി വരാം എന്ന് പറഞ്ഞ് ജാനകിയുടെ കൂടെ പോവാണ്. ജാനകിയാണെങ്കിൽ മനഃപൂർവ്വം അനാമികയും കൊണ്ട് പോയി അനാമികയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു 5 പവൻ്റെ മാല തന്നെ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഗിഫ്റ്റ് പാക്ക് ചെയ്ത് കൊണ്ടുപോരുക. അപ്പോൾ അനാമിക ഓർക്കുന്നുണ്ട്, ഇത് ഇവർക്ക് ഇവിടെ വെച്ച് എനിക്ക് തന്നാൽ പോരെ? അല്ല, നല്ല ഫംഗ്ഷനൊക്കെ ആയിട്ട് വെച്ചിട്ട് തരാനായിരിക്കും. എന്തെങ്കിലും ആകട്ടെ, കിട്ടിയതായി എന്നൊക്കെ പറഞ്ഞ് അനാമിക ഭയങ്കര സന്തോഷത്തിലാണ്. വരുന്ന വഴി നന്ദാവനത്തിൽ ഇറങ്ങാണ് ജാനകി. എന്നിട്ട് അനാമികയും കൂട്ടി അകത്തേക്ക് പോവുക. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ വരേണ്ട കാര്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇവിടെ വരേണ്ട കാര്യമാണ് ഉള്ളതെന്ന് പറയാണ്. അങ്ങനെ നന്ദുവും കനകയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം നന്ദുവിനെ കാണുമ്പോഴേക്കും ജാനകി പറയാണ്, മോളെ നന്ദു, നിനക്ക് SI ആയിട്ട് സെലക്ഷൻ കിട്ടിയ കാര്യം ഞാൻ അറിഞ്ഞു. പോസ്റ്റിംഗ് ആയല്ലേ, ഭയങ്കര സന്തോഷമുണ്ട് മോളെ. നീതിക്കും ന്യായത്തിനും ഒക്കെ വേണ്ടി നിലകൊള്ളണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വക ഒരു ചെറിയ സമ്മാനമാണെന്ന് പറഞ്ഞ് ഈ മാല നന്ദുവിന് അങ്ങ് കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ തകർന്നു പോവുകയാണ് അനാമിക. എന്താ ഏതാന്ന് പോലും മനസ്സിലാകാതെ കണ്ണ് തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അനാമിക. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്